ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. യേശുവല്ലോ വാക്കുമാറാത്തവൻ നാഥനല്ലോ വാഗ്ദത്തമേകിയോൻ യേശുവല്ലോ വാക്കുമാറാത്തവൻ നാഥനല്ലോ വീണാലും താണാലും താങ്ങുന്നവൻ കരം പിടിച്ചെന്നെ നടത്തുന്നവൻ വീണാലും താണാലും താങ്ങുന്നവൻ കരം പിടിച്ചെന്നെ നടത്തുന്നവൻ പരദേശിയായി നടന്നിടുമ്പോൾ താങ്ങും തണലുമായി കൂടെ വരും പരദേശിയായി നടന്നിടുമ്പോൾ താങ്ങും തണലുമായി കൂടെ വരും വാഗ്ദത്തമേകിയോൻ യേശുവല്ലോ വാക്കുമാറാത്തവൻ നാഥനല്ലോ. പൂർവപിതാവായ അബ്രഹാമിൻ ഏകിയ വാഗ്ദത്തമേഴല്ലയോ പൂർവപിതാവായ അബ്രഹാമിൻ ഏകിയ വാഗ്ദത്തം ഏഴല്ലയോ പേർ ചൊല്ലി വിളിച്ചവൻ ദൈവമല്ലോ വഴിയിൽ നിന്നെ വിട്ടു പോകാത്തവൻ പേർ ചൊല്ലി വിളിച്ചവൻ ദൈവമല്ലോ വഴിയിൽ നിന്നെ വിട്ടു പോകാത്തവൻ വാഗ്ദത്തമേകിയോൻ യേശുവല്ലോ വാക്കുമാറാത്തവൻ നാഥനല്ലോ. അന്ത്യകാലേ നിത്യമാം ജീവങ്കലെത്തിച്ചേരും ഈ തീർത്ഥയാത്രയിൻ അന്ത്യകാലേ നിത്യമാം ജീവങ്കലെത്തിച്ചേരും നീയൊരനുഗ്രഹമാകുമല്ലോ വിശ്വസിക്കുന്നവർക്കെല്ലാവർക്കുമേ നീയൊരനുഗ്രഹമാകുമല്ലോ വിശ്വസിക്കുന്നവർക്കെല്ലാവർക്കുമേ വാഗ്ദത്തമേകിയോൻ യേശുവല്ലോ വാക്കുമാറാത്തവൻ നാഥനല്ലോ. നിന്നെ അനുഗ്രഹിക്കുമേവരെയും ഞാൻ അനുഗ്രഹിക്കുമെന്നീശൻ ചൊന്നു നിന്നെ അനുഗ്രഹിക്കുമേവരെയും
വസിച്ചുകൊണ്ടീയുലകം കീഴ്മേൽ മറിക്കുന്ന നാൾ വരുന്നു. നിന്നിൽ വസിച്ചുകൊണ്ടീയുലകം കീഴ്മേൽ മറിക്കുന്ന നാൾ വരുന്നു. സുവിശേഷ കാഹളധ്വനി മുഴക്കാൻ നിന്നെ എൻ വചനത്താൽ നിറച്ചിടും ഞാൻ. സുവിശേഷ കാഹളധ്വനി മുഴക്കാൻ നിന്നെ എൻ വചനത്താൽ നിറച്ചിടും ഞാൻ. വാഗ്ദത്തമേകിയോൻ യേശുവല്ലോ, വാക്കുമാറാത്തവൻ നാഥനല്ലോ. അഖിലവും ഞാൻ വഹിക്കാം, വാർദ്ധക്യകാലത്തും ഫലസമൃദ്ധി. നിൻ ഭാരമഖിലവും ഞാൻ വഹിക്കാം, വാർദ്ധക്യകാലത്തും ഫലസമൃദ്ധി. അന്യമം കാഹളം മുഴങ്ങിടുമ്പോൾ പറന്നു നീ വന്നിടുമെന്നരികിൽ. അന്യമം കാഹളം മുഴങ്ങിടുമ്പോൾ പറന്നു നീ വന്നിടുമെന്നരികിൽ. വാഗ്ദത്തമേകിയോൻ യേശുവല്ലോ, വാക്കുമാറാത്തവൻ നാഥനല്ലോ. വാഗ്ദത്തമേകിയോൻ യേശുവല്ലോ, വാക്കുമാറാത്തവൻ നാഥനല്ലോ. വീണാലും താണാലും താങ്ങുന്നവൻ, കരം പിടിച്ചെന്നെ നടത്തുന്നവൻ. വീണാലും താണാലും താങ്ങുന്നവൻ, കരം പിടിച്ചെന്നെ നടത്തുന്നവൻ. പരദേശിയായി നടന്നിടുമ്പോൾ താങ്ങും തണലുമായി കൂടെ വരും. പരദേശിയായി നടന്നിടുമ്പോൾ താങ്ങും തണലുമായി കൂടെ വരും. വാഗ്ദത്തമേകിയോൻ യേശുവല്ലോ, വാക്കുമാറാത്തവൻ നാഥനല്ലോ. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ തിരുവചനം ധ്യാനിപ്പാൻ ഒരു ദിവസം കൂടി കർത്താവ് നമുക്ക് അവസരം തന്നിരിക്കുന്നു. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. നമുക്ക് വായിച്ചേക്കാം യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. ഞാനൊരു ജാതിയെക്കുറിച്ചോ ഒരു രാജ്യത്തെക്കുറിച്ചോ അതിനെ പറിച്ച് ഇടിച്ച് നശിപ്പിച്ച് കളയുമെന്ന് അരുളി ചെയ്തിട്ട്, ഞാൻ അങ്ങനെ അരുളി ചെയ്ത ജാതി തൻ്റെ ദുഷ്ടത വിട്ടു തിരിയുന്നുവെങ്കിൽ അതിനോട് ചെയ്യുവാൻ നിരൂപിച്ച ദോഷത്തെക്കുറിച്ച് ഞാൻ അനുതപിക്കും. ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്, മനുഷ്യൻ തൻ്റെ ദുഷ്ടത വിട്ടുതിരിഞ്ഞ് മാനസാന്തരപ്പെടുന്നുവെങ്കിൽ ദൈവികമായ ന്യായവിധിയിൽ നിന്ന് മനുഷ്യന് മോചനമുണ്ട്, വിടുതലുണ്ട്. ദൈവം പാപങ്ങളെ ക്ഷമിക്കുന്നവനാണ്. യോനാ പ്രവാചകൻ്റെ പുസ്തകത്തിലെ നിനിവായുടെ ചരിത്രം നാം പഠിക്കുമ്പോൾ നിനിവയിലെ ജനത്തിൻ്റെ വഷളത നിമിത്തം യോനയെ നിനിവയിലേക്ക് അയക്കുകയാണ്. നിനിവയിലെ ജനങ്ങൾക്ക് വിരോധമായി പ്രസംഗിക്കണമെന്ന്, നിനിവയിലെ ജനത്തെ നശിപ്പിച്ചു കളയുവാൻ തക്കവണ്ണം അവരുടെ പാപം അതികഠിനമായിരിക്കുന്നു എന്ന്. യോനാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നമുക്ക് വായിച്ചേക്കാം. യഹോവയുടെ അരുളപ്പാട് 2-ാം പ്രാവശ്യം യോനയ്ക്കുണ്ടായത് എന്തെന്നാൽ, നീ പുറപ്പെട്ട് മഹാനഗരമായ നിനിവയിലേക്ക് ചെന്ന് ഞാൻ നിന്നോട് അരുളി ചെയ്യുന്ന പ്രസംഗം അതിനോട് പ്രസംഗിക്കാം. നമുക്കറിയാം, 1-ാം അധ്യായം തുടങ്ങുമ്പോൾ തന്നെ ദൈവം യോനയ്ക്ക് ഒരു അരുളപ്പാട് കൊടുത്തു. നീ നിനിവയിലേക്ക് ചെന്ന് അതിൽ ജനങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനം കൊടുക്കണമെന്ന്. നിനിവയിലെ ജനത്തോട് പ്രസംഗിക്കാൻ ദൈവം 1-ാമത് യോനയെ ഏൽപ്പിച്ചപ്പോൾ യോനയ്ക്ക് അതിന് മനസ്സില്ലാതെ യോന നിനിവയിലേക്ക് പോകാതെ തർശീസിലേക്ക് പോയി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടെ നാം വായിക്കുകയാണ്, യഹോവയുടെ അരുളപ്പാട് 2-ാം പ്രാവശ്യം യോനയ്ക്കുണ്ടായി. പ്രിയപ്പെട്ടവരെ, എപ്പോഴാണ് യോനയ്ക്ക് 2-ാമത് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായത്? ദൈവത്തിൻ്റെ ആലോചന പിന്നെയും കേൾക്കുവാൻ പ്രവാചകന് ഭാഗ്യം കിട്ടത് എപ്പോഴാണ്? 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ഞാനോ സ്തോത്രനാദത്തോടെ നിനക്ക് യാഗമർപ്പിക്കും, നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും. പ്രിയപ്പെട്ടവരെ, യോന യഥാസ്ഥാനപ്പെട്ടു, അല്ലെങ്കിൽ യോന തൻ്റെ തെറ്റ് ദൈവസന്നിധിയിൽ അംഗീകരിച്ചു. ഞാൻ ദൈവവഴിക്ക് വിരുദ്ധമായി യാത്ര ചെയ്യുന്നവനാണ്, ദൈവം എന്നോട് അരുളി ചെയ്തതിന് വിരുദ്ധമായിട്ടാണ് ഞാൻ പോകുന്നതെന്ന് തിരിച്ചറിഞ്ഞ് യോന ആ മഹാമത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന്
തന്നെത്താൻ അനുദപിച്ച് ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തു. തൻ്റെ ഉടമ്പടി പുതുക്കി ദൈവത്തോട് യോന പറഞ്ഞു, ഞാൻ നേർന്നിരിക്കുന്നത് കഴിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, അപ്പോഴാണ് യോനയെ മഹാമത്സ്യം നിനിവയുടെ തീരത്ത് ആക്കുന്നതും അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ നിനിവയിലേക്ക് യോന തർശീസിൽ നിന്ന് യാത്ര ചെയ്യണമായിരുന്നെങ്കിൽ മാസങ്ങൾ എടുക്കണമായിരുന്നു കപ്പലിൽ. എന്നാൽ ദൈവം ഒരുക്കിയ ആ യാത്രയിൽ കേവലം 3 ദിവസം കൊണ്ട് യോനയെ നിനിവയുടെ തീരത്തെത്തിച്ചു. പ്രിയപ്പെട്ടവരെ, വഴിതെറ്റിപ്പോയ പ്രവാചകന് അനുതാപവും മാനസാന്തരവും ഞാനാണ് തെറ്റുകാരനെന്ന് അംഗീകരിക്കുവാനുള്ള മനസ്സും വന്നപ്പോൾ ദൈവം യോനയെ എത്തേണ്ടിടത്ത് എത്തിച്ചു. നാം ദൈവവഴി വിട്ടു പോയിയെങ്കിൽ, നാം പിന്മാറ്റത്തിലേക്ക് പോയിയെങ്കിൽ, വചനപ്രകാരം ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ, പ്രിയപ്പെട്ടവരെ, നാം അനുദപിച്ച് മടങ്ങി വന്നാൽ പിന്നെയും നമ്മെ യഥാസ്ഥാനപ്പെടുത്തുകയും പിന്നെയും നമുക്ക് സ്വർഗത്തിൻ്റെ ആലോചന തരികയും ചെയ്യുന്നവനാണ് നമ്മുടെ കർത്താവ്. യോനയ്ക്ക് 2ാം പ്രാവശ്യം യഹോവയുടെ അരുളപ്പാടുണ്ടായി. വായിക്കാം. നീ പുറപ്പെട്ട് മഹാനഗരമായ നിനിവേയ്ക്ക് എന്ന് ഞാൻ നിന്നോട് അരുളി ചെയ്യുന്ന പ്രസംഗം അതിനോട് പ്രസംഗിക്കാം. ദൈവം യോനയോട് പറയുകയാണ്, നീ നിനിവയിലേക്ക് ചെന്ന് ഞാൻ നിന്നോട് അരുളി ചെയ്യുന്ന വചനം നിനിവയിലെ ജനങ്ങളോട് പ്രസംഗിക്കാം. അങ്ങനെ യോന പുറപ്പെട്ടു, യഹോവയുടെ കൽപ്പന പ്രകാരം നിനിവയിലേക്ക് ചെന്നു. എന്നാൽ നിനിവെ 3 ദിവസ വഴിയുള്ള അതിമഹത്തായ ഒരു നഗരമായിരുന്നു. യോന നഗരത്തിൽ കടന്നു. ആദ്യം 1 ദിവസ വഴിയെന്നു. ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനിവെ ഉന്മൂലമാകുമെന്ന് ഘോഷിച്ചു പറഞ്ഞു. വഴിതെറ്റിപ്പോയവനായിരുന്നുവെങ്കിലും, മനസ്സില്ലാതെ ദൈവവഴി വിട്ടുപോയവനായിരുന്നുവെങ്കിലും ദൈവം അവനെ മടക്കിക്കൊണ്ടുവന്ന് ശുശ്രൂഷ പരമേൽപ്പിച്ച് നിനിവയിലേക്ക് അയക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രവാചകന് പ്രസംഗിക്കുവാനുള്ള അല്ലെങ്കിൽ എന്താണ് അവിടെ അരുളി ചെയ്യേണ്ടതെന്ന് ദൈവം അവന് അരുളപ്പാട് കൊടുത്താണ് വിടുന്നത്. നാം വായിച്ചു, യോന നിനിവയിലേക്ക് ചെന്ന് ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനിവെ ഉന്മൂലമാകുമെന്ന് ഘോഷിച്ചു പറഞ്ഞു, ഉറക്കെ വിളിച്ചു പറഞ്ഞു. നിനിവയിലെ ജനമെല്ലാം കേൾക്കത്തക്കവണ്ണം യോന പ്രസംഗിക്കുകയാണ് ദൈവത്തിൻ്റെ അരുളപ്പാട്, സ്വർഗത്തിലെ ദൈവം കൊടുത്ത ആലോചന. എന്താണ് പ്രിയപ്പെട്ടവരെ? ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനിവെ ഉന്മൂലമാകും. നിനിവയെ ദൈവം നശിപ്പിച്ചു കളയാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ കോപം നിനിവയിലെ മേൽ വരുവാൻ പോവുകയാണെന്ന് യോന പ്രസംഗിച്ചു. ദൈവത്തിൻ്റെ വചനം മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് കടന്നു ചെന്ന് അവൻ്റെ കുറവുകളെയും അവൻ്റെ തെറ്റുകളെയും അവന് വരാൻ പോകുന്ന ദൈവിക ന്യായവിധിയെയും ശിക്ഷയെയും കുറിച്ചെല്ലാം ഓർപ്പിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനം മനുഷ്യന് വിരോധമായി പ്രസംഗിക്കുന്നത്, അവൻ നശിച്ചു പോകാതെ അവൻ മാനസാന്തരപ്പെട്ട് അനുദപിച്ച് യഹോവയുടെ സന്നിധിയിലേക്ക്, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരണമെന്നുള്ള ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ദാഹമാണ് ദൈവത്തിൻ്റെ വചനം മായം ചേർക്കാതെ മനുഷ്യന് കേൾക്കാൻ കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. യോന നിനിവയിലെ ജനങ്ങളോട് പ്രസംഗിച്ചു, ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനിവെ ഉന്മൂലമാകുമെന്ന്, നിനിവെ നശിച്ചു പോകുമെന്ന്. പ്രിയപ്പെട്ടവരെ, ആ ജനം പാപത്തിലും ദൈവകോപത്തിന് പാത്രീഭൂതരായി ജീവിക്കുന്നവരാണെങ്കിലും യോന പ്രസംഗിച്ച വചനം കേട്ട് അവർ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു എന്ന് നാം വായിക്കുകയാണ്. ദൈവമക്കളെ, ദൈവവചനം കേട്ടതുകൊണ്ട് നമുക്ക് പ്രയോജനമില്ല. ദൈവവചനം കേട്ട് ദൈവവചന പ്രകാരം ജീവിക്കാൻ, ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് നമ്മെ തന്നെ സമർപ്പിക്കുവാൻ നമ്മെ എളിമപ്പെടുത്തി കൊടുത്തെങ്കിൽ മാത്രമേ വചന കേൾവി കൊണ്ട് നമുക്ക് പ്രയോജനമുള്ളൂ. വർഷങ്ങളായി വചനം കേൾക്കുന്ന, അനേക വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ ഹൃദയത്തിലേക്ക് എളിമയോടെ നോക്കണം. കർത്താവിൻ്റെ വചനപ്രകാരം ജീവിക്കാൻ എന്നെ തന്നെ എളിമപ്പെടുത്താൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ടോ? എൻ്റെ കുറവുകളെ കണ്ടെത്താൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ടോ? ഞാൻ ദൈവസന്നിധിയിൽ താഴ്മയോടെയാണോ നടക്കുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുറവുകളിലേക്ക് വെളിച്ചം വീശുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനം പരമേൽപ്പിക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കൾ പരിശുദ്ധാത്മ നിറവിൽ സ്വർഗത്തിൻ്റെ വചനം വിളിച്ചു പറയുമ്പോൾ മനുഷ്യഹൃദയങ്ങൾക്ക് പാപബോധം ലഭിക്കും, മനുഷ്യന് അനുതാപം ലഭിക്കും, മനുഷ്യന് തൻ്റെ തെറ്റുകളെക്കുറിച്ച് ദൈവസന്നിധിയിൽ എളിമപ്പെടുവാനും അനുദപിക്കുവാനുമുള്ള എളിമ ലഭിക്കും. പ്രിയപ്പെട്ടവരെ, നിനിവയിലെ ജനം യോനയുടെ പ്രസംഗം കേട്ട് അവർക്ക് അനുതാപം വന്നു. അവർ തങ്ങളുടെ തെറ്റുകളെ ഓർത്ത് അനുദപിക്കാൻ തുടങ്ങിയാണ്. വായിക്കാൻ താട്ട്. എന്നാൽ നിനിവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ചു, ഒരു ഉപവാസം പരസ്യം ചെയ്തു, വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടെടുത്തു. പ്രിയപ്പെട്ടവരെ, നിനിവയിലെ ജനങ്ങൾക്ക് ആ യോന പറഞ്ഞ ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കാൻ ഒരു ഭാഗ്യം ലഭിച്ചു.
ദൈവമക്കളെ, ഞാൻ ചോദിക്കട്ടെ, കേൾക്കുന്ന വചനം നാം വിശ്വസിക്കുന്നുണ്ടോ? വചനം നമ്മുടെ ജീവിതത്തിൽ വിശ്വാസമായി പരിണമിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. ഈ വചനം എനിക്ക് വിശ്വാസമാണോ? ഈ വചനം വിശ്വസിക്കാനുള്ള കൃപ എനിക്ക് കിട്ടിയിട്ടുണ്ടോ? വചനം എന്നെ രൂപാന്തരപ്പെടുത്തുമെന്നും എൻ്റെ കഴിഞ്ഞ കാലങ്ങളെല്ലാം എനിക്ക് ക്ഷമിച്ചു തരുമെന്നും എൻ്റെ മേൽ പരിശുദ്ധാത്മാവിനെ പകരുമെന്നും എന്നെ പുതിയൊരു മനുഷ്യനാക്കി രൂപാന്തരപ്പെടുത്തുമെന്നും സ്വർഗരാജ്യത്തിലേക്ക് കടന്നു ചെല്ലുവാൻ തക്കവണ്ണം എന്നെ ഒരുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന രംഗത്താണ് എന്നെ ആക്കിയിരിക്കുന്നതെന്നുള്ള ആ വിശ്വാസം നമുക്കുണ്ടോ? പ്രിയപ്പെട്ടവരെ, ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ വിശ്വാസമായി പരിണമിച്ചിട്ടുണ്ടോ? നിനിവയിലെ ജനങ്ങൾ യോന പറഞ്ഞ വചനപ്രകാരം അവർ ദൈവത്തിൽ വിശ്വസിച്ചു, ഒരു ഉപവാസം പരസ്യം ചെയ്തു. വായിക്കാം. വർത്തമാനം നിനിവേ രാജാവിൻ്റെ അടുക്കലെത്തിയാറെ അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജവസ്ത്രം നീക്കിവെച്ച് രട്ടുപുതച്ച് വെണ്ണീറിലിരുന്നു. നിനിവയിലെ ജനങ്ങൾ ആ പ്രസംഗം കേട്ടു, ആ വർത്തമാനം രാജസന്നിധിയിലെത്തി, കൊട്ടാരത്തിലെത്തി. നാം വായിച്ചു കേട്ടു. രാജാവും ആ വചനത്തിങ്കൽ എളിമപ്പെട്ടു. രാജാവും ആ വചനത്തിൻ്റെ മുമ്പിൽ തന്നെത്താൻ താഴ്ത്തി എന്തു ചെയ്തു? സിംഹാസനത്തിൽ നിറങ്ങി രാജാവ് രട്ടുപുതച്ച് ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടിയിരുന്നു. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, രാജാവ് ആ ദേശത്ത് വിളംബരം ചെയ്യിച്ചു. എന്ത്? ഇനി 3 ദിവസത്തേക്ക് നിനിവയിലെ ജനങ്ങൾ ആരും ആഹാരം കഴിക്കരുത്, മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കരുത്, വെള്ളം കൊടുക്കരുത്. കഠിനമേറിയ ഒരു ഉപവാസത്തോടും അനുതാപത്തോടും കൂടി നമുക്ക് ദൈവത്തോട് അടുത്തിയെല്ലാമെന്ന്. ദൈവമക്കളെ, നിനിവയിലെ രാജാവ് ദൈവത്തിൽ വിശ്വസിച്ചു, വലിയൊരു വിളംബരം പ്രസിദ്ധം ചെയ്തു. നാം വായിക്കുന്നുണ്ട്, നിനിവയിലെ ജനങ്ങളും മനുഷ്യനും മൃഗങ്ങളും എല്ലാം ഒരുപോലെ ദൈവസന്നിധിയിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ഇരുന്നു എന്ന്. 1,20,000 ചെല്ലുവാനും ജനങ്ങളുള്ള ആ നിനിവയിലെ ജനങ്ങൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ദൈവസന്നിധിയിലിരുന്നു. മാത്രമല്ല ആ നിനിവയിലെ ജനങ്ങൾക്ക് മൃഗങ്ങൾക്ക് ആഹാരം കൊടുക്കുകയോ വെള്ളം കൊടുക്കുകയോ പോലും ചെയ്തില്ല. ദൈവമക്കളെ, നാം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ആ ദേശത്തിലെ മൃഗങ്ങൾ എത്രമാത്രം ഉച്ചത്തിൽ നിലവിളിച്ച് കാണും. കാരണം ആഹാരം കിട്ടുന്നില്ല, വെള്ളം കിട്ടുന്നില്ല. അവർ യജമാനന്മാർ അവരുടെ അരികിലേക്ക് ചെല്ലുന്നില്ല. കാരണം അവരെല്ലാം ദൈവസന്നിധിയിൽ അനുതാപത്തോടെ തങ്ങളുടെ തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് എളിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ തന്നെ ദൈവസന്നിധിയിൽ വിനയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സമർപ്പണമെടുക്കാൻ, ഒരു തീരുമാനമെടുക്കാൻ, ഒരു ഉപവാസം പ്രസിദ്ധമാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എൻ്റെ തെറ്റുകളെ ഓർത്ത് ദൈവസന്നിധിയിൽ അനുതപിക്കാൻ, എൻ്റെ ഉന്നതഭാവം വിട്ട് ദൈവസന്നിധിയിൽ ഒന്ന് എളിമപ്പെടാൻ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ച് നോക്കാൻ. ദൈവമക്കളെ, മനുഷ്യൻ്റെ അനുതാപം കൊതിക്കുന്നവനാണ് ദൈവം. പ്രിയപ്പെട്ടവരെ, നിനിവയിലെ ജനങ്ങൾ ദൈവസന്നിധിയിൽ അനുതാപത്തോടും പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ രട്ടുപുതിച്ച് അവർ ദൈവസന്നിധിയിൽ അനുദപിച്ചു എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിൽ പഴയ നിയമത്തിൽ പല ഭാഗങ്ങളിലും ജനം അനുദപിച്ച് മാനസാന്തരപ്പെട്ടുവെന്നും യഥാസ്ഥാനപ്പെട്ടുവെന്നും നാം വായിക്കുന്നുണ്ട്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചേക്കാം. ദാനിയേൽ ദൈവസന്നിധിയിൽ തൻ്റെ പാപമെല്ലാം ഏറ്റുപറയുകയാണ്. ഞങ്ങൾ പാപം ചെയ്തു. പ്രിയപ്പെട്ടവരെ, ദാനിയേൽ പാപം ഏറ്റുപറയുമ്പോൾ എന്താണ് പറഞ്ഞത്? ഞങ്ങൾ പാപം ചെയ്തു, വികടമായി നടന്നു, ദുഷ്ടത പ്രവർത്തിച്ചു, ഞങ്ങൾ മത്സരിച്ചു, നിന്റെ കൽപ്പനകളും വിധികളും വിട്ട് ഞങ്ങൾ മാറിയിരിക്കുന്നു. ഞങ്ങളുടെ രാജാക്കന്മാരോടും പ്രഭുക്കന്മാരോടും പിതാക്കന്മാരോടും ദേശത്തിലെ സകല ജനത്തോടും നിന്റെ നാമത്തിൽ സംസാരിച്ച നിന്റെ ദാസന്മാരായ പ്രവാചകന്മാരുടെ വാക്ക് ഞങ്ങൾ കേട്ടനുസരിച്ചതുമില്ല. കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ സ്വർഗത്തിലെ ആലോചന ഞങ്ങൾക്കും ഞങ്ങളുടെ പിതാക്കന്മാർക്കും തന്ന ആ പ്രവാചകന്മാരുടെ വാക്കുകൾ ഞങ്ങൾ കേട്ടനുസരിച്ചില്ല. വായിച്ചോ. കർത്താവേ, നിന്റെ പക്കൽ നീതിയുണ്ട്, ഞങ്ങൾക്കോ ഇന്നുള്ളതുപോലെ ലജ്ജയത്രേ. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദാനിയേൽ ഹൃദയനുറുക്കത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ദാനിയേൽ പ്രാർത്ഥിച്ചത് എൻ്റെ പാപം എന്നല്ല, ഞങ്ങളുടെ പാപം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ മുമ്പിൽ ദാനിയേൽ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ പാപം, ഞങ്ങളുടെ പൂർവീകർ നിന്റെ പ്രവാചകന്മാരോട് ചെയ്ത പാപം, അവരിലൂടെ കിട്ടിയ വചനം ഞങ്ങൾ അനുസരിക്കാതെ പോയ പാപം, അതെല്ലാം ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന്. എസ്രായുടെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ
4-ാമത്തെ വാക്യം മുതൽ നമുക്ക് വായിച്ചേക്കാം. പ്രവാസികളുടെ അകൃത്യ നിമിത്തം ഇസ്രായേലിൻ ദൈവത്തിന്റെ വചനത്തിങ്കൽ ഇസ്രായേലിൻ വിറയ്ക്കുന്നവരൊക്കെയും ദൈവത്തിന്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവരൊക്കെയും എന്റെ അടുക്കൽ വന്നുകൂടി. എന്റെ അടുക്കൽ വന്നുകൂടി, പ്രവാചകന്റെ അടുക്കൽ വന്നുകൂടി, എസ്രായുടെ അടുക്കൽ വന്നുകൂടി. എന്നാൽ ഞാൻ സന്ധ്യായാഗം വരെ സ്തംഭിച്ച് കുത്തിയിരുന്നു. എന്നാൽ ഞാൻ സന്ധ്യായാഗം വരെ സ്തംഭിച്ച് കുത്തിയിരുന്നു. സന്ധ്യായാഗത്തിന്റെ സമയത്ത് ഞാൻ എൻ്റെ ആത്മതപനം വിട്ട് എഴുന്നേറ്റു. കീറിയ വസ്ത്രത്തോടും മേലങ്കിയോടും കൂടെ മുട്ടുകുത്തി. പ്രവാചകൻ ദൈവസന്നിധിയിൽ മുട്ടുകുത്തുകയാണ്. എൻ്റെ ദൈവമായ യഹോവെങ്കിലേക്ക് കൈമലർത്തി പറഞ്ഞതെന്തെന്നാൽ, പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ദൈവമായ യഹോവെങ്കിലേക്ക് കൈമലർത്തി പറഞ്ഞതെന്തെന്നാൽ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, ഞാൻ എൻ്റെ മുഖം എൻ്റെ ദൈവമായ നിങ്കലേക്ക് ഉയർത്തുവാൻ ഞാൻ എൻ്റെ മുഖം എൻ്റെ ദൈവമായ നിങ്കലേക്ക് ഉയർത്തുവാൻ ലജ്ജിക്കുന്നു. ലജ്ജിച്ച് നാണിച്ചിരിക്കുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളുടെ തലയ്ക്ക് മീതെ പെരുകി കവിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളുടെ തലയ്ക്ക് മീതെ പെരുകി കവിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ കുറ്റം ആകാശത്തോളം വളർന്നിരിക്കുന്നു. ഞങ്ങളുടെ കുറ്റം ആകാശത്തോളം വളർന്നിരിക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ ഇന്നുവരെയും ഞങ്ങൾ വലിയ കുറ്റക്കാരായിരിക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ ഇന്നുവരെയും ഞങ്ങൾ വലിയ കുറ്റക്കാരായിരിക്കുന്നു. ദൈവമക്കളെ, ദൈവസന്നിധിയിൽ ഒരു മനുഷ്യൻ പാപമേറ്റു പറയുകയാണ്, ദൈവമേ, എൻ്റെ പാപം എന്നോട് ക്ഷമിക്കണമേ, ഞങ്ങളുടെ കഴിഞ്ഞകാല തലമുറകളുടെ പാപം ക്ഷമിക്കണമേ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ പാപം ക്ഷമിക്കണമേ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ ഞങ്ങൾ നിന്നോടും നിൻ്റെ വചനത്തോടും നിൻ്റെ വഴികളോടും മറുത്തു നിന്നവരാകുന്നുവെന്ന് എത്ര ലജ്ജിച്ച് ദൈവസന്നിധിയിൽ കുനിഞ്ഞുപോയി, മുഖം കുമ്പിട്ട് പോയി എന്ന്. ദൈവമക്കളെ, നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറയാറുണ്ടോ? കർത്താവേ, എൻ്റെ പാപം, എൻ്റെ അസംഖ്യങ്ങളായ പാപം എന്നോട് ക്ഷമിക്കണമേ എന്ന്. ദൈവമക്കളെ, നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? കർത്താവേ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്ത് വന്നു പോയ അകൃത്യങ്ങൾ ഞങ്ങളോട് കണക്കിടരുതേ എന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, നാം പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മുടെ തലമുറകളിലേക്ക് നോക്കി, അപ്പാ, ഞങ്ങളുടെ മക്കളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ എന്ന്, ഞങ്ങളുടെ തലമുറകളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ എന്ന്, ഞങ്ങളുടെ കഴിഞ്ഞകാല തലമുറകളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ എന്ന് നമുക്ക് വായിക്കാം. നെഹമ്യാവിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം വായിക്കാം. പ്രിയപ്പെട്ടവരെ, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായവും, എസ്രായുടെ പുസ്തകം 9-ാം അധ്യായവും, നെഹമ്യാവിൻ്റെ പുസ്തകം 9-ാം അധ്യായവും അനുതാപത്തോടെ ജനം ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുന്ന, തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ്, തെറ്റുകളെ ഏറ്റുപറഞ്ഞ് അനുതാപത്തിൻ്റെ കണ്ണുനീരോടെ ദൈവത്തോട് അടുത്തു വരുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നാം വായിച്ച് ധ്യാനിക്കേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുറവുകളെല്ലാം ഏറ്റുപറഞ്ഞ് അനുതാപത്തോടും, പ്രിയപ്പെട്ടവരെ, മനോവ്യസനത്തോടും കൂടെ ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലാൻ നമുക്ക് കഴിക്കണം. വായിക്കാം. ഇസ്രായേൽ സന്തതിയായവർ സകല അന്യജാതിക്കാരിൽ നിന്നും വേർതിരിഞ്ഞു നിന്നു. തങ്ങളുടെ പാപങ്ങളെയും തങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങളെയും ഏറ്റുപറഞ്ഞു. തങ്ങളുടെ പാപങ്ങളെയും തങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങളെയും ഏറ്റുപറഞ്ഞു. അതിന്റെ 16-ഉം 17-ഉം കൂടെ വായിച്ചു. എങ്കിലും അവരും ഞങ്ങളുടെ പിതാക്കന്മാരും അഹങ്കരിച്ച് ദുശ്ശാഠ്യം കാണിച്ചു. എങ്കിലും അവരും ഞങ്ങളുടെ പിതാക്കന്മാരും അഹങ്കരിച്ച് ദുശ്ശാഠ്യം കാണിച്ചു. നിന്റെ കൽപ്പനകളെ കേൾക്കാതിരുന്നു. നിന്റെ കൽപ്പനകളെ കേൾക്കാതിരുന്നു. ദൈവമക്കളെ, ഏറ്റവും വലിയ പാപം എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ വചനം നാം കേട്ടനുസരിക്കാതെ വിട്ടുകളയുന്നതാണ് ഒരു മനുഷ്യന് വരുന്ന ഏറ്റവും വലിയ പാപം. പ്രിയപ്പെട്ടവരെ, ദാനിയേലും നെഹമ്യാവും എസ്രായും തങ്ങളുടെ പാപങ്ങളും തങ്ങളുടെ ജനത്തിൻ്റെ പാപവും തങ്ങളുടെ പിതാക്കന്മാരുടെ കഴിഞ്ഞകാല തലമുറകളുടെ പാപങ്ങളുമെല്ലാം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരമുണ്ടായി. ജനങ്ങൾ യഥാസ്ഥാനപ്പെട്ടു. ജനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു. ദൈവമക്കളെ, അന്ത്യകാല തലമുറയിൽ ജീവിക്കുന്ന നമുക്കും നമ്മുടെ കുറവുകളെ, നമ്മുടെ പിതാക്കന്മാരുടെ കുറവുകളെ, നമ്മുടെ തലമുറകളുടെ കുറവുകളെ, നമ്മോട് ചേർന്ന് നിൽക്കുന്നവരുടെ ബലഹീനതകളെല്ലാം ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് അനുതാപത്തോടും ഹൃദയ നുറുക്കത്തോടും കൂടി പ്രാർത്ഥിക്കാൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇടയിലും ഒരു യഥാസ്ഥാനം നടക്കണം, ഒരു ആത്മീയ ഉണർവ് നടക്കണം, ആത്മാവിൻ്റെ വലിയൊരു പകർച്ച നടക്കണം. ജനം അനുതാപം കൊണ്ട് കരയണം, ജനം മാനസാന്തരത്തിലേക്ക് വരണം, ജനം ഞങ്ങളുടെ ദുഷ്ടവഴികളെ വിട്ട് ദൈവത്തിലേക്ക് തിരിയണം. പ്രിയപ്പെട്ടവരെ, അതാണ് ദൈവം നമ്മിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്. സഹോദര, നിനക്കൊരു അനുതാപത്തോടെ വരാമോ? നിനക്കൊരു തീരുമാനമെടുക്കാം.
അറിയാമോ? എൻ്റെ കുറവുകളെ ഞാൻ ദൈവസന്നിധിയിൽ ഏറ്റുപറയുമെന്ന് അനുതാപത്തോടും ഉപവാസത്തോടും കണ്ണുനീരോടും കൂടെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കിടക്കിലേക്ക് മടങ്ങി വരുമെന്ന്. പ്രിയപ്പെട്ടവനെ, യോന അനുദപിച്ച് ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തപ്പോൾ യോനയെ ശുശ്രൂഷയ്ക്കാക്കി. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിനിവയിലെ ജനം യോനയുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടു. അതിൻ്റെ 8-ാമത്തെ വാക്യം നമുക്ക് വായിച്ചേക്കാം. മനുഷ്യരും മൃഗവും രട്ടുപുതച്ചു, ഉച്ചത്തിൽ ദൈവത്തോട് വിളിച്ചു അപേക്ഷിക്കണം. ഓരോരുത്തൻ താൻ താൻ്റെ ദുർമാർഗവും താൻ താൻ്റെ ബൈക്കിലുള്ള സാഹസവും വിട്ട് മനം തിരികയും വേണം. ദൈവം വീണ്ടും അനുദപിച്ച് നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് അവൻ്റെ ഉഗ്രകോപം വിട്ടുമാറുമായിരിക്കും. ആർക്കറിയാം? അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തുമെന്ന് അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുദപിച്ചു. ദൈവമക്കളെ, ഇതാ വായിച്ചു കേൾക്കണേ. അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തുമെന്ന് അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുദപിച്ചു, അത് വരുത്തിയതുമില്ല. ദൈവമക്കളെ, നിനിവയിലെ ജനത്തിൻ്റെ അനുതാപവും പ്രാർത്ഥനയും അവർക്ക് ലഭിച്ച പാപബോധവും പ്രിയപ്പെട്ടവരെ അവരെ ദൈവത്തിങ്കലേക്ക് അടുപ്പിച്ചു. നാം വായിച്ചു കേട്ടു എന്ത്? അവരുടെ പ്രവൃത്തി കണ്ട് അവർ തങ്ങളുടെ ദുർമാർഗം വിട്ടുതിരിഞ്ഞിരിക്കുന്നു എന്ന്. ദൈവമക്കളെ, നാം പറയുന്ന വാക്കുകളല്ല, മറ്റുള്ളവർ നമ്മെ കാണുന്നത് പോലെയല്ല, പിന്നെയോ നമ്മുടെ ഹൃദയം അറിയുന്ന, നമ്മുടെ പ്രവൃത്തി അറിയുന്ന, നമ്മുടെ മനോഭാവം അറിയുന്ന, നമ്മുടെ ചിന്താഗതികൾ അറിയുന്ന ഒരു ദൈവമുണ്ട്. പ്രിയപ്പെട്ടവരെ, അവൻ നമ്മുടെ പ്രവൃത്തികളെ ശോധന ചെയ്യുന്നവനാണ്. ദൈവത്തിന് സ്തോത്രം. നിനിവയിലെ ജനം മാനസാന്തരപ്പെട്ടു എന്നും അവരുടെ ദുഷ്ടത വിട്ട് തിരിഞ്ഞുവെന്നും ദൈവം അവരുടെ പ്രവൃത്തികൾ കണ്ട് തിരിച്ചറിഞ്ഞപ്പോൾ അവർക്ക് വരുത്തുമെന്ന് അരുളി ചെയ്ത ആ അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുദപിച്ചു, അതവർക്ക് വരുത്തിയതുമില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, നാം ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 20-21 വായിക്കുമ്പോൾ കാണുന്നുണ്ട്. പിന്നെ യഹോവ സോദോമിൻ്റെയും ഗൊമോരയുടെയും നിലവിളി വലിയതും. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ നിന്ന് തീയും ഗന്ധവും ഇറങ്ങി കത്താൻ പോവുകയാണെന്ന് അരുളി ചെയ്തു. ദൈവം ആ സോദോമിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് ചെന്ന പാപത്തിൻ്റെ നിലവിളി, ആ അകൃത്യ നിമിത്തം ആ ദേശത്തിൻ്റെ നിലവിളി ദൈവസന്നിധിയിലേക്ക് ചെന്നപ്പോൾ പ്രിയപ്പെട്ടവരെ, അതിന് തക്കവണ്ണം, ആ നിലവിളി വന്നതിന് തക്കവണ്ണം അവർ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നറിയാൻ തൻ്റെ ദൂതന്മാരെ പ്രിയപ്പെട്ടവരെ സോദോമിലേക്ക് അയക്കുകയാണ്. വായിക്കാം. ഞാൻ ചെന്ന് എൻ്റെ അടുക്കൽ വന്നെത്തിയ നിലവിളി പോലെ അവർ കേവലം പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കി അറിയുമെന്ന് അരുളി ചെയ്തു. ദൈവത്തിന്റെ അരുളപ്പാടാണെന്ത്? ഞാൻ ചെന്ന് ആ സോദോമിലെ ജനങ്ങളുടെ അടുക്കൽ നിന്ന് എൻ്റെ സന്നിധിയിലേക്ക് വന്ന ആ നിലവിളിക്ക് ഒത്തവണ്ണം അവർ പാപത്തിലാണോ അവർ ദുഷ്ടതയിലാണോ ജീവിക്കുന്നതെന്ന് ഞാൻ കണ്ടറിയുമെന്ന്. നേരിട്ടറിയുന്ന, നമ്മെ വിശദാംശങ്ങളിൽ അറിയുന്ന, ചോദന ചെയ്യുന്ന അഗ്നിജ്വാലക്കൊത്ത കണ്ണിൻ്റെ മുമ്പിലാണ് പ്രിയപ്പെട്ടവരെ നാം ജീവിക്കുന്നത്. നമ്മുടെ വേഷഭൂഷാദികളോ മറ്റുള്ളവരോടുള്ള പെരുമാറ്റങ്ങളോ ഒന്നുമല്ല. നമുക്ക് മാനസാന്തരമുണ്ടോ സഹോദര? യഥാർത്ഥമായ മാനസാന്തര ജീവിതമാണോ? എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മാനസാന്തരത്തിൽ ജീവിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് മാനസാന്തരം ലഭിച്ച അനേകരില്ലേ? സഹോദര, ഞാൻ എളിമയോടെ ചോദിക്കട്ടെ, ഇന്ന് നിനക്ക് മാനസാന്തരമുണ്ടോ? ഇന്ന് നിനക്ക് പാപബോധമുണ്ടോ? ഇന്ന് ദൈവവചനത്തിന് നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും വിലയുണ്ടോ? എന്തെങ്കിലും നിനക്ക് അനുതാപമുണ്ടോ സഹോദര? ഒരു കുറ്റബോധമുണ്ടോ സഹോദര? നീ ഇന്നെല്ലാം മറന്ന് ഞാൻ എന്തൊക്കെയോ ആയി എന്നുള്ള ചിന്തയോടുകൂടി അഹങ്കരിച്ച് നടക്കുന്ന സഹോദര, ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ ഓർപ്പിക്കുകയാണ്. മകനെ, നിനക്ക് നീ മാനസാന്തരം ആവശ്യമാണ്, അനുതാപം ആവശ്യമാണ്. നീ ഒന്ന് എളിമപ്പെടണം. നിന്റെ പാപമെല്ലാം ഏറ്റുപറഞ്ഞ മകനെ, നീ യഥാസ്ഥാനപ്പെടണമെന്ന്. നിനിവയിലെ ജനം അവരുടെ ദുഷ്ടത വിട്ട് മാനസാന്തരപ്പെട്ടു എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളെ കണ്ടറിഞ്ഞു. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം. കർത്താവേ, ഞാൻ മാനസാന്തരപ്പെട്ടവനെന്ന് പേരെനിക്കുണ്ട്, കൂട്ടായ്മക്കാരനെന്നുള്ള പേരെനിക്കുണ്ട്. എൻ്റെ കർത്താവേ, എൻ്റെ കയ്യിൽ പലപ്പോഴും വേദപുസ്തകമുണ്ട്. എൻ്റെ ദൈവമേ, പല വേലകളോടും ഞാൻ ചേർന്നാണ് നിൽക്കുന്നത്. എന്നാൽ കർത്താവേ, യഥാർത്ഥമായ ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് എന്നെ വളർത്തണമേ, എന്നെ മടക്കി വരുത്തണമേ, എനിക്ക് അനുതാപം തരണമേ, എൻ്റെ മേൽ പാപബോധത്തിൻ്റെ ആത്മാവിനെ പകരണമേ, തിരുരക്തം കൊണ്ട് എന്നെ കഴുകണമേ. കർത്താവേ, നിൻ്റെ ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പകർന്ന്
എൻ്റെ കർത്താവേ, ഒരു വിശുദ്ധനായി ജീവിപ്പാനുള്ള സ്വർഗത്തിൻ്റെ സകല കൃപകളും നൽവരങ്ങളും എൻ്റെ മേൽ പകരണമേ. ദൈവമേ, നിനക്ക് പ്രാർത്ഥിക്കാമോ? നിന്റെ ഹൃദയം ശോധന ചെയ്യുന്ന, നിന്റെ പ്രവൃത്തി അറിയുന്ന, നിന്റെ വിശദാംശങ്ങളിൽ അറിയുന്ന ക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുമ്പോൾ മകനെ ഹൃദയദൃഷ്ടി ഉയർത്തി നിനക്കൊന്ന് പറയാമോ? കർത്താവേ, ഞാൻ നേർന്നിരിക്കുന്നത് കഴിക്കും, ഞാൻ ഇന്നും മടങ്ങി വരികയാണെന്ന്. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാണ്.